താനെന്താടോ വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ? അല്ല, അതാരാ അവിടെ നൃത്തം ചെയ്യുന്നത്? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ, ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ്, വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വീട്ടുകാരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞ സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നു തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കല്ല. ജോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലോ ശുംഭ. ദേവനാരായണൻ എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനൊരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിദ്യ ഉണ്ടാവുമല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ഭരണമുനി മനസ്സിൽ കണ്ടത് സീതാലക്ഷ്മി മുദ്രയും ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിക്ഷണത്തിലില്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഒപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴാ എനിക്ക് വയ്യായ്ക്ക് തോന്നാ. എന്താ ഇങ്ങനെ നോക്കണേ? മേഴത്തൂർ ഭഗവതിയെ നോക്കിക്കാണായിരുന്നു. ചോദിച്ചോളൂ, എന്തുവരെയാ വേണ്ടത്? ഇന്നലെ ഉറഞ്ഞു തുള്ളുമ്പോ ചോദിക്കായിരുന്നില്ലേ? ആ രൗദ്രഭാവം കണ്ടപ്പോ പേടിച്ചു പോയി. സമയാവട്ടെ, വരം ചോദിച്ചു വാങ്ങും ഞാൻ. പാരമ്പര്യമായിട്ട് മേഴട്ടൂർ മഠത്തിനൊരു സൽപ്പേരുണ്ട്. അത് പോരെ ബ്രഹ്മരട്ട? പോരാഞ്ഞിട്ടല്ല വല്യമാമേ. ഹരി ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ. ഹരി ആള് നിന്റെ അളിയനൊക്കെ തന്നെയാ, പക്ഷെ അവൻ വട്ട. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ബ്രഹ്മരട്ടൻ ചില പ്രോജക്റ്റുകളെ കുറിച്ച് പറയായിരുന്നു. ഈ സായിപ്പന്മാര് ചാടി വീഴുന്ന പരിപാടികളത്രേ. അയ്യോ, സായിപ്പന്മാരെ ചാടിക്കുക, വീഴ്ത്തുക, പിന്നെ ചികിത്സിക്ക, അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ ഏട്ടാ? മുത്തശ്ശ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം? ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ? എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല. കണ്ടോ നീ ഒരു ഒറ്റക്കൊമ്പന് തെക്കേ പഠിപ്പുരയിലെ? ഓപ്പോൾ പറഞ്ഞു. പരിചയപ്പെടണ്ടേ നിനക്ക്? വഴിന്ന് മാറുക. പ്രാതലായിരിക്കും അല്ലേ? അല്ല, നല്ല പാലട പ്രഥമനാ. എന്താ കഴിക്കില്ലേ? ഇത് ദേവനാരായണുള്ളതാ. താ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക. അതിഥികളെ അപമാനിക്കരുത് തിരുമേനി. ദേവേട്ടന്റെ അത്രയ്ക്കില്ലെങ്കിലും ഞാനും ഒരു കലാകാരനാ. കലാകാരന്മാരെ തീറ്റിപ്പോറ്റാൻ ഇതെന്താ സ്വാതിരുന്നാളുടെ കൊട്ടാര? അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും തിരുമേനി? താനെന്നെ പരിഹസിക്കുക? ഹേയ്, ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ. അത് തന്റെ ഗുരുത്വം. ഇത് അകത്തോട്ട് കൊണ്ടു കൊടുക്കുക. അദ്ദേഹം ഉറങ്ങാണ്, ഉണരുമ്പോ കൊടുത്തോളാം. ആര് നക്കരുത്. ഓ, എന്ന് നല്ല ഉറക്കാണല്ലോ. തെളിച്ചാലോ? വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല. പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോ. കുഴമ്പ് തേച്ചുള്ള കുളി, നെയ്യിട്ട കുത്തരിക്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ. രണ്ട് കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ. ഒന്ന് എന്റെ അമ്മിണി, രണ്ട് ഇത്തിരി മീൻകറി.
ഒരു ലേശം കോഴിയിറച്ചിയും കൂടി ആയാലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതാരാ ചോദിച്ചത്? മാധവല്ലേ? ആ ശരീരയാവും. ആ ശരീരമല്ല, ഞാനാ ചോദിച്ചേ. വല്ലാതെ വിശന്നോണ്ട് എടുക്കട്ടെ ദേവേട്ടന്? വിശപ്പില്ല, നീ കഴിച്ചോളൂ. പല്ലാവൂർ ദേവനാരായണൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. മദ്യപാനി, തെമ്മാടി, സ്ത്രീലമ്പടൻ. ഇടം കൈ ശുദ്ധിയില്ലാത്ത, സാത്വിക ഭാവമില്ലാത്ത, സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചാർത്തി തന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ? ക്ഷമിക്കുക. പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അജ്ഞന്മാരും ഒക്കെ താങ്കളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളാണ്. ഞാനതെന്തിനിവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ചാ കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന്. ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം. മാപ്പാക്കണം. പറഞ്ഞത് നന്നായി. ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ. കേട്ടതാണ് തിരുമേനിയിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം. അതോർത്ത്, ആ ഒരൊറ്റ കാര്യം ഓർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ ഇടത് കൈ മതി നിന്റെ 32 പല്ലും തെറിപ്പിച്ച് ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപ്പുര മൂടാൻ. വിരൽത്തുമ്പത്ത് മാത്രമല്ല, നാത്തുമ്പത്തും സരസ്വതി. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി. വണ്ടി നിർത്തുക, അവിടെ നിർത്തുക. ആരാ മനസ്സിലായില്ല? ഇത് കുറെ മനുഷ്യന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാത്തെ? ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാണെന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തെ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞു ഇന്ന് ബുധനാഴ്ചയാണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് അറിയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വാച്ച്മാൻ ആയിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ ശിവ, മാനവരെന്ന് കേട്ടിട്ടില്ല. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാര, ഇതിനൊന്ന് പിടിച്ചു കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി, നാളെ കടിക്കും. കോരക്കിന് പട്ടി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുത്? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതായി കുറുന്തോട്ടി ദുശകുനം പേടിപ്പിക്കുന്നോ? ദേവേട്ട, വേണ്ട, ഇരുന്നോളൂ. എന്റെ അപ്പോ അറിയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്. നീ പോന്നതിന് ശേഷം ഊണും ഉറക്കവും ഇല്ല ഇവൾക്ക്. സദാസമയം കരച്ചിലും പ്രാർത്ഥനയാ. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും ഈ തീപാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്കുന്നേ. അനുഭവിച്ചില്ല നീ എല്ലാം. കുടിയും കൂട്ടുകെട്ടും ഒക്കെ 4 നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട, ഈശ്വരൻ വിചാരിച്ചാൽ. ഇവിടെ നിങ്ങൾ എന്റെ കുട്ടിക്ക് ഇല്ല, ഈ ദീനപ്പാഴടുത്ത് നീ ഒന്നും മിണ്ടണില്ല. അച്യുതമാരെ, എവിടെ ഉണ്ടാ പുൽപ്പള്ളി? മിണ്ടരുത്. കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചോണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ടതൊന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കുട്ടി ദൂരപ്പറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പനാ
അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി തന്നത്. അത് മറക്കരുത് നീ. കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്കുക. കുമാര, ആ കണ്ണിലൊഴിക്കണം മരുന്നിങ്ങനെ എടുത്തോ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേരട്ടെ. വേണ്ട. തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വൈകാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. പകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാനാ. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ.